സൈഡ് ബാൻഡ്, പിന്നെ എന്താണ് ഒരു കാരിയർ. അപ്പോൾ കാരിയർ, ലോവർ സൈഡ് ബാൻഡ്, അപ്പർ സൈഡ് ബാൻഡ്, ഇത് മൂന്നും ചേർന്നിട്ടാണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്, നമ്മളുടെ ഒരു AM സിഗ്നൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പവർ കണ്ടുപിടിക്കാനും നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ മൂന്ന് ടേമിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പവർ കണ്ടുപിടിച്ചാൽ മതി. അത് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായി, നമുക്ക് അതിൻ്റെ പവർ, ടോട്ടൽ പവർ കിട്ടും. അപ്പം നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ടോട്ടൽ പവർ ഓഫ് ആൻ AM വിച്ച് ഈസ് ആക്ച്വലി ദ സം ഓഫ് എന്താണ്, കാരിയർ പവർ ആൻഡ് പവർ ഓഫ് ടു സൈഡ് ബാൻഡ്, ദാറ്റ് ഈസ് അപ്പർ സൈഡ് ബാൻഡ് ആൻഡ് ലോവർ സൈഡ് ബാൻഡ്. അപ്പം നമുക്ക് ഈ ടൈമിനെ എങ്ങനെയായിരിക്കും റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക, വി ക്യാൻ ഏബിൾ ടു റെപ്രസെന്റ് PT ഈസ് ഈക്വൽ ടു P കാരിയർ, ദാറ്റ് ഈസ് കാരിയറിന്റെ പവർ, ലോവർ സൈഡ് ബാൻഡിന്റെ പവർ, അപ്പർ സൈഡ് ബാൻഡിന്റെ പവർ. ഇത് മൂന്നും ചേർന്നിട്ടാണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത് പറയാൻ പറ്റും, വി ക്യാൻ ഏബിൾ ടു സേ ദീസ് ത്രീ ചേർന്നിട്ടാണ് നമുക്ക് എന്ത് വന്നിരിക്കുന്നത്, നമ്മളുടെ ടോട്ടൽ പവർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക എന്ന് പറയാം. Therefore we can able to say, ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് എന്ത് കാണണം, കാരിയറിന്റെ പവർ കാണണം. പവർ നമ്മൾ നോർമലായിട്ട് എങ്ങനെ കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്കറിയാം. ഹൗ ക്യാൻ വി ഫൈൻഡ് ഔട്ട് പവർ? പവർ എന്ന് പറഞ്ഞാൽ നമ്മൾ വോൾട്ടേജ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ എന്നാണ് നമ്മൾ പറയാം, അല്ലെ. വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ഈസ് ആക്ച്വലി ദ പവർ. അപ്പോൾ ഈ വി സ്ക്വയർ എന്ന് പറയുന്നത് ഏതിന്റെ കേസിലാണ്, നമ്മൾ ജനറലി നമ്മൾ പറയുമ്പോൾ വി സ്ക്വയർ ഡിവൈഡ് ബൈ ആർ ഈസ് ആക്ച്വലി, അല്ലെങ്കിൽ ഐ സ്ക്വയർ ആർ എന്നൊക്കെ നിങ്ങൾ പറയും. അപ്പം നമുക്ക് ഡിഫറെന്റ് മെത്തേഡിൽ പവറിനെ നമുക്ക് പറയാം, ഓക്കെ. പക്ഷേ ഇവിടെ നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് വി സ്ക്വയർ ഡിവൈഡ് ബൈ വി ബൈ ഐ, എങ്ങനെ വേണമെങ്കിലും റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ റെപ്രസെന്റ് ചെയ്യും വി സ്ക്വയർ ഡിവൈഡ് ബൈ ആർ. അപ്പോൾ ഇവിടെ നമ്മൾ വി സ്ക്വയറിന് പകരം നമ്മൾക്ക് എന്ത് എഴുതാൻ പറ്റും, നമ്മൾ എഴുതുക വി സ്ക്വയർ RMS, നമ്മൾ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ഓഫ് എന്താണ് ആംപ്ലിറ്റ്യൂഡ് മോഡിൽ കാരിയർ സിഗ്നൽ, റൂട്ട് മീൻ സ്ക്വയർ വോൾട്ടേജ് അല്ലെങ്കിൽ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ഓഫ് കാരിയർ സിഗ്നൽ ഡിവൈഡഡ് ബൈ 2 എന്നായിരിക്കും നമ്മൾ എഴുതുക. അപ്പം കാരിയറിന്റെ വി സ്ക്വയർ RMS എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, കാരിയറിന്റെ കേസിലാവുമ്പോൾ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഓഫ് കാരിയർ എന്ന് പറയുന്നത് വി RMS എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം, വി RMS ഫോർ കാരിയർ സിഗ്നൽ വി ക്യാൻ ഏബിൾ ടു റെപ്രസെന്റ് ബൈ EC ഡിവൈഡഡ് ബൈ √2 എന്നായിരിക്കും. ഓക്കെ, EC ഡിവൈഡ് ബൈ √2 ഈസ് ആക്ച്വലി ദ RMS വാല്യൂ ഓഫ് കാരിയർ സിഗ്നൽ. അപ്പോൾ ഈ EC ഡിവൈഡഡ് ബൈ 2 നമുക്ക് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, വി ക്യാൻ ഏബിൾ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റെഡ് ഓഫ് വി സ്ക്വയർ RMS. ഓക്കെ, അപ്പോൾ വാട്ട് വി ക്യാൻ ഗെറ്റ് ദ പവറിനെ നമുക്ക് എങ്ങനെ എഴുതാം, വി സ്ക്വയർ RMSന് പകരം നമുക്ക് EC ബൈ √2 ഓൾ സ്ക്വയർ എന്ന് എഴുതാം, അല്ലെ, ഡിവൈഡഡ് ബൈ 2 എന്ന് നമുക്ക് എഴുതാം. അപ്പം EC ബൈ √2 ഓൾ സ്ക്വയർ ബൈ R എന്ന് എഴുതാം, 2 അല്ല R, ഈ സ്ക്വയർ ബൈ R ആണ്. ഓക്കെ, അപ്പം EC സ്ക്വയർ ബൈ 2R എന്ന് നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടും, EC സ്ക്വയർ. അപ്പോൾ ഇതാണ് നമ്മളുടെ കാരിയർ പവർ എന്ന് പറയുന്നത്, EC സ്ക്വയർ ഡിവൈഡഡ് ബൈ R. ഇതേപോലെ തന്നെ നമുക്ക് എന്തെഴുതാൻ പറ്റും ഫോർ ലോവർ സൈഡ് ബാൻഡിന്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് നമ്മൾ ഓൾറെഡി കണ്ടതാണ്, MEC ബൈ 2 ആണ്. അപ്പം MEC ബൈ 2, ECക്ക് പകരം ഇവിടെ എന്തായിരിക്കും, MEC ബൈ 2 ആയിരിക്കും ഏതിന്റെ കേസിലുണ്ടാവുക, ലോവർ സൈഡ് ബാൻഡിന്റെ പവർ കണ്ടുപിടിക്കാൻ. അപ്പം നമ്മൾ ഇതിന് പകരം എന്തെഴുതാം, വി സ്ക്വയർ ഡിവൈഡ് ബൈ ആർ എന്ന് പറയുന്ന കോമൺ ഇക്വേഷനിൽ വിക്ക് പകരം നമ്മൾ എന്തെഴുതും, വി സ്ക്വയർ RMS ബൈ 2. വി സ്ക്വയർ RMS എന്ന് പറയുന്നതിന് പകരം ഒരു ലോവർ സൈഡ് ബാൻഡിന്റെ കേസിൽ നമുക്ക് എന്തെഴുതാം, ലോവർ സൈഡ് ബാൻഡിന്റെ കേസിൽ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് MEC ബൈ 2 ആണ് നമ്മളുടെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. അപ്പം ദാറ്റ് വൺ ഡിവൈഡഡ് ബൈ √2 ആയിരിക്കും നമ്മളുടെ വി RMS എന്ന് പറയുക. ഓക്കെ, അപ്പോൾ MEC ബൈ 2 ബൈ √2 ഡിവൈഡഡ് ബൈ R എന്ന് കിട്ടും. ഓക്കെ, ഓൾ സ്ക്വയർ ഡിവൈഡ് ബൈ R. ഓക്കെ, അപ്പം നമുക്ക് എന്താ എഴുതാം, MEC ബൈ 2 ഡിവൈഡഡ് ബൈ √2 ഓൾ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, MEC ബൈ 2 എന്ന് പറയുന്നത് MEC അതുപോലെ തന്നെ ഡിവൈഡഡ് ബൈ √2. അപ്പം √2ന്റെ സ്ക്വയർ എത്രയാണ്, 2 ആണ്. അപ്പം 2 ഇങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ 2ഉം 2ഉം ക്യാൻസൽ ആവും, പിന്നെ ബാക്കി ഒരു 2 മാത്രമേ, ഓക്കെ, ഇത് താഴോട്ട് തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എഴുതാം MEC ബൈ 4, MEC ബൈ 2 ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2R എന്ന് നമുക്ക് കിട്ടും. അതായത് നിങ്ങൾ ഇത് ജസ്റ്റ് സ്ക്വയർ ചെയ്താൽ മതി, നമുക്ക് കിട്ടും M സ്ക്വയർ E സ്ക്വയർ ഡിവൈഡഡ് ബൈ 4. ഇതിനെ നമ്മൾ സ്ക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ √2നെ സ്ക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ 2 നമുക്ക് കിട്ടും. അപ്പോൾ M സ്ക്വയർ E സ്ക്വയർ ബൈ 4 × 2 × R എന്ന് കിട്ടും. അപ്പം M സ്ക്വയർ E സ്ക്വയർ
ഡിവൈഡഡ് ബൈ 8R എന്നായിരിക്കും നമ്മളുടെ പവർ, ടോട്ടൽ പവർ ഓഫ് എന്താണ് LSPയുടെ കേസിൽ വരിക. അപ്പം അപ്പർ സൈഡ് ബാൻഡിന്റെ കേസിലും സെയിം ആയിരിക്കും. ലോവർ സൈഡ് ബാൻഡിന്റെയും അപ്പർ സൈഡ് ബാൻഡിന്റെയും മാക്സിമം ആംപ്ലിറ്റ്യൂഡ് സെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് എഴുതാം, m²E²/8R തന്നെ ആയിരിക്കും നമ്മളുടെ നമ്മളുടെ അപ്പർ സൈഡ് ബാൻഡിന്റെ പവർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് ടോട്ടൽ പവർ കിട്ടുക. അപ്പോൾ വി ക്യാൻ ഏബിൾ ടു റൈറ്റ് ദ ടോട്ടൽ പവർ ഈസ് EC² ഡിവൈഡഡ് ബൈ 2R, ദാറ്റ് ഈസ് carrier power, and m²E²/8R is actually lower side band, m²E²/8R is upper side band. അപ്പം this is actually the total power of an AM wave. ഓക്കെ, ടോട്ടൽ പവർ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈസിയാണ്, നിങ്ങൾക്ക് ആകെ ഒരു ഇക്വേഷൻ മാത്രമേ യൂസ് ചെയ്യാനുള്ളൂ, V²/R. V²ന് പകരം നമ്മൾ VRMS എന്ന് കൊടുക്കുന്നു, VRMS² എന്ന് കൊടുക്കുന്നു. VRMS എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ഡിവൈഡ് ബൈ √2 ആയിരിക്കും. VRMS എന്ന് പറയുന്നത് നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ടാവും, നമ്മൾ RMS വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഡിവൈഡഡ് ബൈ √2 ആണ്. അപ്പം VRMS ഈസ് ഈക്വൽ ടു ആംപ്ലിറ്റ്യൂഡ് ഡിവൈഡ് ബൈ √2. അപ്പം ക്യാരിയറിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണെങ്കിൽ ആണ്, EC/√2. ലോവർ സൈഡ് ബാൻഡിന്റെ അപ്പർ സൈഡ് ബാൻഡിന്റെയും ആംപ്ലിറ്റ്യൂഡ് MEC/2 ആണ്, MEC/√2 ആയിരിക്കും അതിന്റെ VRMS എന്ന് പറയുക. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ടോട്ടൽ പവർ നമുക്ക് കിട്ടും. ഇത് ക്ലിയർ ആയോ? ആൻഡ്രിയ ഉണ്ടോ ഇവിടെ? യെസ് സർ. ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? യെസ് സർ. ഓക്കെ, അപ്പം ഇവിടം വരെ നമ്മൾ പറഞ്ഞത് എന്താണ്, PT is equal to, ഇപ്പൊ ഇതിനെ നമുക്കൊന്ന് ജസ്റ്റ് മോഡിഫൈ ചെയ്യാം. ടോട്ടൽ പവർ EC²/2R, m²E²/8R, m²E²/8R. അപ്പം ഇതിനെ നമുക്ക് ഒന്നും കൂടി ജസ്റ്റ് മോഡിഫൈ ചെയ്ത് നമുക്ക് എഴുതാം. ടോട്ടൽ പവർ എന്ന് പറയുന്നത് E²/2R. അപ്പോൾ ഈ m²E²/8R പ്ലസ് m²E²/8R എന്ന് പറയുന്നത് 2m²E²/8R എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് അത് ക്യാൻസൽ ചെയ്യാം, 2ഉം 8ഉം കൂടി ക്യാൻസൽ ചെയ്താൽ 4R ആയി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഹിയർ വി ക്യാൻ ഏബിൾ ടു ഗെറ്റ് E²/2R plus m²EC² ഡിവൈഡഡ് ബൈ 4R. അപ്പോൾ ഈ വാല്യൂ നമ്മൾ EC² 2R ഔട്ട്സൈഡ് എടുക്കുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, EC² 2R നമുക്ക് ഔട്ട്സൈഡിൽ എടുക്കുവാണെങ്കിൽ ഇവിടെ 1 ആയിരിക്കും, 1 പ്ലസ് m² ഡിവൈഡഡ് ബൈ 2 എന്നായിരിക്കും കിട്ടുക. ഓക്കെ, EC²/2R ഇൻറ്റു 1 പ്ലസ് m²/2. അപ്പം ഈ EC²/2R എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം എന്തിന്റെ പവറാണ്, കാരിയർ പവറിന്റെ ഇക്വേഷൻ ആണ് EC²/2R എന്ന് പറയുന്നത്. അപ്പം EC²/2R ഈസ് ആക്ച്വലി P കാരിയർ പവർ ആണ്. Therefore we can able to write P total is equal to P carrier, that is EC²/2R ന് പകരം നമ്മൾ കാരിയർ പവർ എന്ന് എഴുതി ഇൻറ്റു 1 പ്ലസ് m²/2. Therefore PT is equal to PC ഇൻറ്റു 1 പ്ലസ് m²/2 എന്ന് എഴുതാം. M എന്ന് പറയുന്നത് ആക്ച്വലി നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ ഒരു കാര്യം കൂടി പറയാൻ, M എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, മോഡുലേഷൻ ഇൻഡെക്സ് ആണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച അത് ഡയറക്റ്റ് ആയിട്ട് എഴുതിയേ ഉള്ളൂ. MEC/2 എന്നുള്ളതിനകത്ത് മോഡുലേഷൻ ഇൻഡെക്സ് ആണ്. ഓക്കെ, therefore we can able to say PT is equal to PC into 1 plus m²/2. Therefore total power of an AM wave is actually the sum of carrier power plus side band power. Therefore we can able to say this is actually the sum of total carrier power is actually the sum of carrier power plus side band power. അപ്പോൾ അത് നിങ്ങൾ ഓൾറെഡി കണ്ടത് തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ടോട്ടൽ പവർ ഓഫ് ആൻ AM വേവിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇത് പെട്ടെന്ന് മനസ്സിലാകുന്ന കാര്യം തന്നെയാണ്, നമ്മൾ അധികം സമയം ഇതിനു വേണ്ടി കളയണ്ട. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് വാട്ട് ഈസ് ഫ്രീക്വൻസി മോഡുലേഷൻ. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്നുള്ളതിനെ കുറിച്ചാണ്. നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് വാട്ട് ഈസ് ആക്ച്വലി ദ പ്രിൻസിപ്പിൾ ഓഫ് ഫ്രീക്വൻസി മോഡുലേഷൻ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ആൻഡ് ഫ്രീക്വൻസി മോഡുലേഷൻ. അപ്പം നമ്മൾ ഓൾറെഡി കണ്ടതാണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ എന്താണ് സംഭവിച്ചത് നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. എന്താണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിൽ നമ്മൾ കണ്ടത്? ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറയുന്നത്
ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ മെസ്സേജ് സിഗ്നലിനനുസരിച്ച്, മെസ്സേജ് സിഗ്നൽ എന്ന് പറയുന്നത് നമ്മുടെ ഇൻഫർമേഷൻ സിഗ്നൽ, അതായത് ലോ ഫ്രീക്വൻസിയിലുള്ള മെസ്സേജ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് കാരിയർ സിഗ്നലിന്റെ എന്ത് ചേഞ്ച് ആകുന്നു? ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ആയി അല്ലേ? കാരിയറിന്റെ ആംപ്ലിറ്റ്യൂഡ് നേരത്തെ കോൺസ്റ്റന്റ് ആയിരുന്നു. ഇവിടെ എന്തായി സംഭവിച്ചത്? ഇത് ഇൻക്രീസ് ആവുകയും ഡിക്രീസ് ആവുകയും. ഇതിനനുസരിച്ചാണ് ഇത് ചേഞ്ച് ആയത്. നമ്മളുടെ കാരിയർ മോഡുലേറ്റിംഗ് സിഗ്നൽ അല്ലെങ്കിൽ മെസ്സേജ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് ആണ് നമ്മളുടെ കാരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് വേരി ചെയ്തത്. ഇപ്പം കാരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് ഏതിനനുസരിച്ച് വേരിയായി? മെസ്സേജ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് വേരി ആകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറയുന്നത്. എങ്കിൽ നമ്മൾ ഫ്രീക്വൻസി മോഡുലേഷനിലേക്ക് വരുമ്പോൾ വാട്ട് ഈസ് ആക്ച്വലി ദ ഡിഫറൻസ് ബിറ്റ്വീൻ frequency modulation and amplitude modulation? Means we can able to see the difference. Okay, നേരത്തെ എങ്ങനെയായിരുന്നു? ഏതിനനുസരിച്ചാണ് ചേഞ്ച് ചെയ്തത്? കാരിയർ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ആയത് മോഡുലേറ്റിംഗ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ചാണ്. എങ്കിൽ ഇവിടെ എന്താണ് ചേഞ്ച് ആകുന്നത്? കാരിയറിന്റെ എന്താണ് ചേഞ്ച് ആയിരിക്കുന്നത് നോക്കി. ഇതാണ് നമ്മുടെ കാരിയർ സിഗ്നൽ. ഓക്കെ, കാരിയർ സിഗ്നലിൽ കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഇതിനകത്ത് സെപ്പറേറ്റ് കാരിയർ സിഗ്നൽ കാണിച്ചിട്ടില്ല. കാരിയർ സിഗ്നൽ ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള കാരിയർ സിഗ്നലാണ് നമുക്കുള്ളത്. ഈ കാരിയർ സിഗ്നലിന്റെ ഫ്രീക്വൻസിക്കാണ് ഇവിടെ ചേഞ്ച് വരുന്നത്. ഓക്കെ, വി ക്യാൻ ഏബിൾ ടു സേ the frequency of the carrier wave is changed in accordance with the instantaneous amplitude of modulating signal അല്ലെങ്കിൽ information signal അല്ലെങ്കിൽ നമ്മളുടെ ലോ ഫ്രീക്വൻസി സിഗ്നൽ എന്നൊക്കെ പറയാം. നമ്മുടെ മോഡുലേറ്റിംഗ്, അതായത് മോഡുലേറ്റിംഗ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ മോഡുലേറ്റ് ചെയ്യിക്കുന്നത് ഏതിനനുസരിച്ചാണ് നമ്മളുടെ കാരിയർ സിഗ്നലിന് വേരിയേഷൻ വരുന്നത്? നമ്മളുടെ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ മോഡുലേറ്റിംഗ് സിഗ്നലിനനുസരിച്ചാണ്. അപ്പോൾ ഈ മോഡുലേറ്റിംഗ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച്, ഇൻസ്റ്റന്റേനിയസ് ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് നമ്മളുടെ കാരിയർ സിഗ്നലിന്റെ ഫ്രീക്വൻസിക്ക് ചേഞ്ച് വരികയാണെങ്കിൽ അത് ഫ്രീക്വൻസി മോഡുലേഷനും, കാരിയർ മോഡുലേറ്റിംഗ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് കാരിയറിന്റെ ആംപ്ലിറ്റ്യൂഡും ചേഞ്ച് വരുവാണെങ്കിൽ അത് എന്താണ്? ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനുമാണ്. ദാറ്റ് ഈസ് ആക്ച്വലി ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫ്രീക്വൻസി മോഡുലേഷനിൽ മോഡുലേറ്റിംഗ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് ഫ്രീക്വൻസി ഓഫ് ദ കാരിയർ സിഗ്നൽ വിച്ച് ഈസ് ആക്ച്വലി ചേഞ്ചസ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ നോക്കിയേ, നമ്മളുടെ മോഡുലേറ്റിംഗ് സിഗ്നലിന്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ആയ സമയത്ത് ഫ്രീക്വൻസി ഇൻക്രീസ് ആയി. നമ്മളുടെ മോഡുലേറ്റിംഗ് സിഗ്നലിന്റെ ലോ ആംപ്ലിറ്റ്യൂഡിന്റെ സമയത്ത് എന്ത് സംഭവിച്ചു? നമ്മളുടെ ഫ്രീക്വൻസി വിച്ച് ഈസ് ആക്ച്വലി ഇൻക്രീസസ് അല്ലെങ്കിൽ ഫ്രീക്വൻസി വിച്ച് ഈസ് ഡിക്രീസസ്. ഓക്കെ, ഫ്രീക്വൻസി ഡിക്രീസ് ആയി, ഇവിടെ ഫ്രീക്വൻസി ഇൻക്രീസ് ആയി. അപ്പോൾ ഏതിനനുസരിച്ചാണ് ഈ ഫ്രീക്വൻസിക്ക് ചേഞ്ചസ് വരുന്നത്? കാരിയർ സിഗ്നലിന്റെ ഫ്രീക്വൻസിക്ക് ചേഞ്ച് വരുന്നത് ഏതിനനുസരിച്ചാണ്? നമ്മളുടെ മോഡുലേറ്റിംഗ് സിഗ്നലിന്റെ എന്തിനനുസരിച്ച്? ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച്. ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഡെഫിനേഷൻ ചോദിക്കുമ്പോൾ നിങ്ങൾ തെറ്റാതെ കറക്റ്റായിട്ട് എഴുതുക. ദ frequency modulation is actually the process by which the frequency of the carrier wave is changed in accordance with the instantaneous amplitude of ഓരോ ഇൻസ്റ്റന്റിലുള്ള ആംപ്ലിറ്റ്യൂഡ്, that is instantaneous amplitude of എന്താണ്? മോഡുലേറ്റിംഗ് സിഗ്നൽ ഓർ മെസ്സേജ് സിഗ്നൽ. അപ്പൊ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയോ? അപ്പം നിങ്ങൾ നോക്കുക, ഇതാണ് നമ്മളുടെ മോഡുലേറ്റിംഗ് സിഗ്നൽ, ഇതാണ് നമ്മളുടെ കാരിയർ സിഗ്നൽ എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ കാരിയർ സിഗ്നലിന്റെ ഫ്രീക്വൻസിക്ക് ചേഞ്ച് വരുന്നത് നമ്മളുടെ മോഡുലേറ്റിംഗ് സിഗ്നലിന്റെ ഇൻസ്റ്റന്റേനിയസ് ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച്. അപ്പം മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ മാക്സിമം ഫ്രീക്വൻസിയും മിനിമം ആംപ്ലിറ്റ്യൂഡിൽ മിനിമം ഫ്രീക്വൻസിയും ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ട്. ഇപ്പം നിങ്ങൾ ഈ ഫ്രീക്വൻസി ഇതാണ് നമ്മളുടെ നോർമൽ ആയിട്ടുള്ള കാരിയറിന്റെ ഫ്രീക്വൻസി. ഓക്കെ, ഇതാണ് നോർമൽ ആയിട്ടുള്ള കാരിയറിന്റെ ഫ്രീക്വൻസി. പക്ഷേ നമ്മളുടെ മോഡുലേറ്റിംഗ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് ഇൻക്രീസ് ആയപ്പോൾ ഇവിടെയും ഫ്രീക്വൻസി ഇൻക്രീസ് ആയി. മോഡുലേറ്റിംഗ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസ് ആയപ്പോൾ ഇവിടെ ഫ്രീക്വൻസി ഡിക്രീസ് ആയി. ഓക്കെ, ദിസ് ഈസ് ആക്ച്വലി ദ പ്രോസസ് ഓഫ് ഫ്രീക്വൻസി മോഡുലേഷൻ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഇപ്പം മാക്സിമം ഫ്രീക്വൻസി ചേഞ്ച് വിച്ച് ഈസ് ആക്ച്വലി ഒക്കേഴ്സ് corresponding to the maximum amplitude of the modulating signal, and minimum frequency change which is actually occurs the minimum amplitude of the modulating signal. This is the basic difference between the amplitude modulation and frequency modulation. അപ്പോൾ ഫ്രീക്വൻസി മോഡുലേഷനും ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളാം. ഓക്കെ, ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറയുന്നതും ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് പറയുമ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഡയഗ്രാംസ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഡയഗ്രാം വെച്ച് വേണം എക്സ്പ്ലെയിൻ ചെയ്യാൻ. ബിക്കോസ് നിങ്ങൾ അത് അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇല്ല ചുമ്മാ എന്തൊക്കെയോ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വായിച്ച് നോക്കാതെ തന്നെ നിങ്ങൾ ഡയഗ്രാംസ് കറക്റ്റായിട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഡെഫിനേഷൻ നിങ്ങൾ എഴുതിയിരിക്കുന്നത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യത്തില്ല. നിങ്ങൾക്ക് അത് അറിയാവുന്നതുകൊണ്ടാണല്ലോ നിങ്ങൾ ഡയഗ്രാം വരച്ചത് എന്ന് നമ്മൾ വിചാരിച്ച് അതിന് മാർക്ക് തരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഇതിൻ്റെ ഡയഗ്രാം വരയ്ക്കാൻ മിസ് ചെയ്യരുത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും മോഡുലേറ്റിംഗ് സിഗ്നലിന്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡിനെ EM എന്ന് എഴുതിയിരിക്കുന്നു. ക്യാരിയർ സിഗ്നലിന്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡിനെ EC എന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ അതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ പറഞ്ഞു തരുന്നേ ഉള്ളൂ. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിലേക്ക് പോകുന്നില്ല. നിങ്ങൾ AM-ന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഒക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്, FM-ന്റെ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്ന ടേം രണ്ടിൻ്റെ കേസിലുമുണ്ട്. അപ്പം നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നലിൻ്റെ AM-ന്റെ കേസിൽ മോഡുലേഷൻ ഇൻഡെക്സ് നമ്മൾ കൺസിഡർ ചെയ്തു EM/EC എന്ന് നമ്മൾ കൺസിഡർ ചെയ്തു. ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലേ? മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് EM/EC ആണ്. ഏതിൻ്റെ കേസിൽ? നമ്മളുടെ ക്യാരിയർ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡിൻ്റെ കേസിൽ പറയാം. AM-ന്റെ കേസിലുള്ള മോഡുലേഷൻ ഇൻഡെക്സും FM-ന്റെ കേസിലുള്ള മോഡുലേഷൻ ഇൻഡെക്സും ഡിഫറെൻ്റ് ആണ്. ബിക്കോസ് എന്തുകൊണ്ടാണ്? AM-ന്റെ കേസിൽ ആംപ്ലിറ്റ്യൂഡ് ആണ് ക്യാരിയറിന്റെ ചേഞ്ച് ആകുന്നതെങ്കിൽ നമ്മളുടെ FM-ന്റെ കേസിൽ ഫ്രീക്വൻസി ആണ് നമ്മൾ ഏതിന്റെ ചേഞ്ച് ആകുന്നത്? ക്യാരിയറിന്റെ ചേഞ്ച് ആകുന്നത്. അപ്പം ക്യാരിയറിന്റെ മോഡുലേഷൻ നടന്നു എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷന്റെ കേസിൽ എങ്ങനെയാണ്? ആംപ്ലിറ്റ്യൂഡിന് വേരിയേഷൻ വന്നു എങ്കിൽ ഇവിടെ ഫ്രീക്വൻസിക്ക് ചേഞ്ച് വന്നെങ്കിലാണ് നമുക്ക് മോഡുലേഷൻ നടന്നു എന്ന് പറയാം. അപ്പം ആംപ്ലിറ്റ്യൂഡിന് വേരിയേഷൻ വന്നു എങ്കിൽ നമ്മൾ അതിനെ കണ്ടുപിടിക്കാൻ നമ്മൾ അതിന്റെ ക്യാരിയറിന്റെ ആംപ്ലിറ്റ്യൂഡും മെസ്സേജ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡും വെച്ചിട്ടാണ് നമ്മൾ മോഡുലേഷൻ ഇൻഡെക്സ് കണ്ടുപിടിക്കുന്നത് എങ്കിൽ FM-ന്റെ കേസ് നിങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് മോഡുലേഷൻ ഇൻഡെക്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? നമ്മളുടെ ഫ്രീക്വൻസിക്ക് എത്രത്തോളം വേരിയേഷൻ വന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലെ? ആംപ്ലിറ്റ്യൂഡിന് എത്രത്തോളം വേരിയേഷൻ വന്നു എന്നതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നലിന്റെ മോഡുലേഷൻ ഇൻഡെക്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഫ്രീക്വൻസിക്ക് എത്രത്തോളം വേരിയേഷൻ വന്നു എന്ന് പറയുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പറയുക? മോഡുലേഷൻ ഇൻഡെക്സ് ഏതിന്റെ കേസിൽ പറയുക? നമ്മളുടെ FM-ന്റെ കേസിൽ പറയുക. അപ്പം ഇവിടെ നമ്മൾ മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് എത്രത്തോളം ഡീവിയേഷൻസ് വിച്ച് ഈസ് ആക്ച്വലി ദ ക്യാരിയറിന്റെ ഫ്രീക്വൻസിയിൽ നിന്ന് എത്രത്തോളം അപ്പർ സൈഡിലേക്കും ലോവർ സൈഡിലേക്കും അല്ലെങ്കിൽ എത്രത്തോളം എബോവ് ആൻഡ് ബിലോ വേരിയേഷൻ വിച്ച് ഈസ് ആക്ച്വലി ഒക്കേഴ്സ് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മോഡുലേഷൻ ഇൻഡെക്സ് പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് മോഡുലേഷൻ ഇൻഡെക്സ് ഫോർ ഫ്രീക്വൻസി മോഡുലേഷൻ ഈസ് ആക്ച്വലി ദ റേഷ്യോ ഓഫ് മാക്സിമം ഫ്രീക്വൻസി ഡേവിയേഷൻ ഡെൽ എഫ് ടു ദ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി. അതായത് മോഡുലേറ്റിംഗ് ഫ്രീക്വൻസിക്ക് അനുസരിച്ച് മോഡുലേറ്റിംഗ് ഫ്രീക്വൻസിയെ ബേസ് ചെയ്തിട്ട് വിത്ത് റെസ്പെക്ട് ടു മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി വാട്ട് ഈസ് ആക്ച്വലി ദ ഫ്രീക്വൻസി ഡീവിയേഷൻ മാക്സിമം ഫ്രീക്വൻസി ഡീവിയേഷൻ വിച്ച് ഈസ് ആക്ച്വലി ഒക്കേഴ്സ് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മോഡുലേഷൻ ഇൻഡെക്സ് പറയാം. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മാക്സിമം ഫ്രീക്വൻസി ഡീവിയേഷൻ ഡെൽ എഫ് ഡിവൈഡഡ് ബൈ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി ദാറ്റ് ഈസ് ഡെൽ F/F ആയിരിക്കും നമ്മളുടെ എന്ത് പറയുക? ഡെൽ F/FM ആയിരിക്കും. ഡെൽ F/FM ആണ് നമ്മളുടെ എന്ത് മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയാം. മോഡുലേഷൻ ഇൻഡെക്സ് ഈസ് ആക്ച്വലി ദ റേഷ്യോ ഓഫ് ഡെൽ F/FM that is maximum frequency deviation. Okay, maximum frequency deviation ഏതിനനുസരിച്ചാണ്? അതുപോലെ തന്നെ ഡിവൈഡഡ് ബൈ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി. മാക്സിമം ഫ്രീക്വൻസി ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി ആണ് നമ്മളുടെ മോഡുലേഷൻ ഇൻഡെക്സ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. മോഡുലേഷൻ ഇൻഡെക്സ് ഡെൽ F/FM മാക്സിമം ഫ്രീക്വൻസി ഡീവിയേഷൻ, അതായത് എത്രത്തോളം ഫ്രീക്വൻസി ഡീവിയേഷൻ നമ്മളുടെ ക്യാരിയർ സിഗ്നലിന് ഒക്കറായി വിത്ത് റെസ്പെക്ട് ടു വാട്ട്? മോഡുലേറ്റിംഗ് സിഗ്നലിന്റെ ഫ്രീക്വൻസി. അപ്പോൾ അതായത് മോഡുലേറ്റിംഗ് സിഗ്നലിനനുസരിച്ചാണ് നമ്മളുടെ ക്യാരിയറിന്റെ എന്ത് മാറുന്നത്? ഫ്രീക്വൻസിക്ക് ചേഞ്ച് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പം മോഡുലേറ്റിംഗ് ഫ്രീക്വൻസിയെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പറയുക? അതിന്റെ മോഡുലേഷൻ ഇൻഡെക്സ് പറയുക. അപ്പം ഡെൽ F/FM അത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യുക. ഡെൽ F/FM ഈസ് ആക്ച്വലി ദ മോഡുലേഷൻ ഇൻഡെക്സ്. അതുപോലെ തന്നെ ബാൻഡ് വിഡ്ത്ത് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ
എഫ് എമ്മിന്റെ കേസിൽ നമ്മൾ ടു എഫ് എം ആയിരുന്നു നമ്മൾ ഫ്രീക്വൻസി ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷന്റെ കേസിലെ ബാൻഡ് വിഡ്ത്ത് എങ്കിൽ നമ്മൾ ഈ എഫ് എമ്മിന്റെ കേസ് കൺസിഡർ ചെയ്യുമ്പോൾ 2 ഇൻറ്റു ഡെൽ എഫ് പ്ലസ് എഫ് എം ആയിരിക്കും. 2 ഇൻറ്റു ഡെൽ എഫ് പ്ലസ് എഫ് എം ഈസ് ആക്ച്വലി ദ ബാൻഡ് വിഡ്ത്ത് ഓഫ് എഫ് എം. ഓക്കെ, 2 ഇൻറ്റു ഡെൽ എഫ് പ്ലസ് എഫ് എം. ഇത് ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പറയുകയാണ്, ഇ എഫ് എം ഈസ് ഈക്വൽ ടു ഇ സി സൈൻ ഒമേഗ സി ടി പ്ലസ് എം എഫ് ഇൻറ്റു സൈൻ ഒമേഗ എം ഡി ഈസ് ആക്ച്വലി ദ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എഫ് എം. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞല്ലോ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ്റെ നമ്മൾ അതിൻ്റെ ഡെറിവേഷനും കാര്യങ്ങളും ഉണ്ട്, അതിനെക്കുറിച്ച് പറയുന്നില്ല, അതങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഈ ഇക്വേഷനെങ്കിലും പഠിച്ചു നോക്കുക. ഇ എഫ് എം ഈസ് ഈക്വൽ ടു ഇ സി സൈൻ ഒമേഗ സി ടി പ്ലസ് എം എഫ് ഇൻറ്റു സൈൻ ഒമേഗ എം ഡി. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ തൽക്കാലം പഠിച്ചു നോക്കുക. ഓക്കെ, അപ്പോൾ 12:30